ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് സംഭവങ്ങൾ, ഒരേ സംഭവം രണ്ട് പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. പാറയിൽ നിന്ന് വെള്ളം വരുന്നത് ഒരു ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻറ്റ് രണ്ട് തവണ എഴുതിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സംഭവം ഒരിക്കൽ വായിച്ച് പഠിച്ചതാണ്. അവിടെ ഇവിടെയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പാറക്കെട്ട്, മരുഭൂമി, വെള്ളമില്ലാതെ ജനം കിടന്ന് വിഷമിക്കുന്നു. അങ്ങനെ വിഷമിച്ച് കരയുന്ന സമയത്ത് ജനത്തിന് വേണ്ടി മോശയും അഹരോനും കിടന്ന് നിലവിളിക്കുന്നു. ആ സമയത്ത് ദൈവം പറയുന്ന അനുസരിച്ച് വടിയെടുത്തുകൊണ്ട് വന്ന് പാറയിൽ നിന്ന് വെള്ളം വരുന്നു. എന്തിനാണ് ഇതേ സംഭവം ആവർത്തിച്ച് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന അനുസരിച്ച് ഈ യാത്ര രക്ഷയുടെ യാത്രയാണ്. രക്ഷയുടെ യാത്രയാണ് ഈ പുറപ്പാട് യാത്ര. ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര നമ്മുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള യാത്രയുടെ അടയാളമാണ്. അത് പിടികിട്ടിയോ എന്താ പറഞ്ഞത്? ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര നമ്മെ സംബന്ധിച്ച് നമ്മുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ നിത്യജീവനിലേക്ക് നടത്തുന്ന യാത്രയുടെ അടയാളമാണ്. പുതിയ നിയമ ജീവിതത്തിൻ്റെ അടയാളമാണ് പഴയ നിയമത്തിലെ ഈ യാത്ര. ഉദാഹരണത്തിന്, ചെങ്കടലിൽ നിന്ന് അവർ പുറത്തു വന്നു. പുതിയ നിയമത്തിൽ എന്താണ്? മാമോദീസ തൊട്ടിയിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വരുന്നു. അങ്ങനെ ചെങ്കടലിൽ നിന്ന് പുറത്തു വരുന്ന അവരെ മരുഭൂമിയിലേക്ക് ദൈവം വിട്ടിട്ട്, ആ മരുഭൂമിയിൽ അവരെ നയിക്കാൻ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മാമോദീസ തൊട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞിന് സ്ഥൈര്യലേപനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന മേഘസ്തംഭവും അഗ്നിത്തൂണും. മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവം മന്ന പൊഴിക്കുന്നു. മാമോദീസ തൊട്ടിയിൽ നിന്നും മൂറോനഭിഷേകത്തിൽ നിന്നും പുറത്തു വന്നൊരു കുഞ്ഞിന് പരിശുദ്ധ കുർബാനയാകുന്ന മന്ന നൽകി വളർത്തുന്നു. ഇങ്ങനെ പുതിയ നിയമ ജീവിതത്തിൻ്റെ നിഴലാണ് പഴയ നിയമത്തിലെ ഈ യാത്ര. പുതിയ നിയമ ജീവിതത്തിൻ്റെ നിഴലാണ് പഴയ നിയമത്തിലെ ഈ യാത്ര. കേൾക്കുന്നുണ്ടോ? പുതിയ നിയമത്തിൻ്റെ നിഴലാണ് ഈ യാത്ര. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ നടക്കാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പുതിയ നിയമം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ടതെല്ലാം ആ ജനത്തിൻ്റെ ജീവിതത്തിൽ നടക്കാൻ ദൈവം ഇടയാക്കി. അപ്പോൾ പുതിയ നിയമത്തിൽ നടക്കേണ്ട ഒരു കാര്യത്തിൻ്റെ അടയാളമായിരുന്നു ഈ പാറയും ഈ വെള്ളവും ഈ ദാഹവും എല്ലാം. ദാഹം കൊണ്ട് വലയുന്ന ഒരു ജനം, അതാണ് ജനം. ഇസ്രായേൽ ജനവും നമ്മളും എല്ലാം ദാഹം കൊണ്ട് വലയുന്ന ഒരു ജനം, രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനം, നിത്യതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനം, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനം. അങ്ങനെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത്തിന് ദൈവം ആദ്യം കൊടുത്ത വഴിയാണ്, നിങ്ങളുടെ ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ച് നോക്കുക. നിങ്ങൾ പാറയിൽ അടിച്ച് വെള്ളം വരുമോ? അതൊരു വഴിയാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്യ്. അപ്പോൾ അവർ ട്രൈ ചെയ്തപ്പോൾ വെള്ളം വന്നു. അതായത് എന്താണ് പഴയ നിയമം? സ്വന്തം ശക്തി കൊണ്ട് നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന ജീവിത രീതിയാണ് പഴയ നിയമം. എന്താണ് പഴയ നിയമം? സ്വന്തം ശക്തി കൊണ്ട് നിയമങ്ങൾ പാലിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ജീവിതമാണ് പഴയ നിയമം. പഴയ നിയമം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
പഴയ നിയമം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിയമങ്ങൾ അനുസരിക്കണം. പുതിയ നിയമം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹെബ്രായർ 11:6. ഹെബ്രായർ 11:6 വേഗം വായിച്ചേ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിയമങ്ങൾ പാലിച്ചാൽ മതിയോ? ഹെബ്രായർ 11:6 വേഗം വായിക്കേ. ഹെബ്രായർ 11:6. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വായിക്കേ. നിങ്ങൾ ബൈബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിലൊന്ന് നോക്ക്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്താണ്? വിശ്വാസം. പഴയ നിയമം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. പുതിയ നിയമത്തിൻ്റെ ഒരു അടിസ്ഥാന ചിന്ത എന്തെന്നറിയാമോ? വിശ്വാസമില്ലാതെ ആർക്കും എന്തു ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കിയേ. ഉദാഹരണത്തിന് എന്നെ ഒന്ന് നോക്കാവോ? ഉദാഹരണത്തിന് പിന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കും. അതിനകത്തുനിന്ന് എന്നാ കിട്ടും? ഓറ്റം മുഴുവൻ അതിനകത്തുനിന്ന് എന്നാ കിട്ടും? ഞാൻ പറയുമ്പോൾ വായിച്ചാൽ പോരെ, പിന്നെ അതിനകത്തോട്ട് കുത്തി നോക്കിക്കൊണ്ടിരിക്കാൻ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ നിങ്ങൾ 500 പള്ളി വെച്ച് കൊടുത്തു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. 50,000 മെഴുകുതിരി കത്തിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. 365 ദിവസവും ഉപവസിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഞാൻ ഒരു പടി കൂടെ കയറി പറയുകയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ ഒരു വ്യക്തി ഉപവസിച്ചാലും, മുട്ടയിൽ നിന്നാലും, മല കയറിയാലും, പള്ളി വെച്ചു കൊടുത്താലും, ലോകത്തുള്ള എല്ലാ അനാഥാലയങ്ങളിലും ഭക്ഷണം കൊടുത്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. സാധ്യമല്ല. ഇതൊന്ന് തിരിച്ചറിയുവോ? സാധ്യമല്ല. വെറുതെ ആളുകൾ ദൈവം പ്രസാദിച്ചു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാധ്യമല്ല. പുതിയ നിയമത്തിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണെന്ന്, അതാണ് പെന്തക്കോസ്തിക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ. ദയവ് ചെയ്ത് അതൊന്ന് കേൾക്കണേ. എന്താണ് പുതിയ ഉടമ്പടി? അത് മനസ്സിലാക്കുക. അത് വിശ്വസിക്കാതെ ആർക്കും ദൈവത്തെ, ആ വ്യക്തി എത്ര അസറ്റിക്കാണെങ്കിലും, ആ വ്യക്തി എത്ര വലിയ മഹായോഗിയാണെങ്കിലും, എത്ര വലിയ വലിയ കൊടുങ്കാട്ടിൽ ഭക്ഷണം കഴിക്കാതെ തപസ്സിരിക്കുന്ന ആളാണെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഉപവാസത്തിലായിരുന്നു, ചുമ്മാ വേസ്റ്റായി പോയി മോളെ. ദൈവത്തെ എന്തോരം ഭക്ഷണം നിനക്ക് തിന്നായിരുന്നറിയാമോ? ദൈവത്തെ അതുകൊണ്ട് നിനക്ക് പ്രസാദിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ വിശ്വസിച്ച ഒരു വ്യക്തി ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം വേണ്ടാന്ന് വെച്ചാൽ പോലും അത് ദൈവത്തെ പ്രസാദിപ്പിക്കും. This is something so core to your belief. Take it to your heart. Hold this truth so tight. ചങ്കിലേക്ക് അങ്ങനെ ചേർത്ത് വെക്കണം. ഇത് കിട്ടണം. ഇത് കിട്ടിയിട്ടില്ല, നമുക്കിത് മനസ്സിലായിട്ടില്ല. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് 10 മല കയറിയാൽ ദൈവം പ്രസാദിക്കുന്നതാണ്. നോ, ഇല്ല. മല കയറണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ വിശ്വാസമില്ലാതെ, എന്ത് വിശ്വസിക്കാതെ? ന്യൂ ടെസ്റ്റമെന്റ് ഫെയ്ത്ത് വിശ്വസിക്കാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇതിൻ്റെ അടയാളമായിരുന്നു പാറയിൽ നിന്ന് വന്ന വെള്ളം. 1 കൊരിന്തോസ് 10 നോക്കരുത്. 1 കൊരിന്തോസ് 10 ഈ പാറ ആരാണെന്നാണ് പൗലോസ് പറഞ്ഞത്. എടുക്ക്. ഈ പാറ, ഈ വെള്ളം ഒഴുകി വന്ന ആ പാറ ആരാണെന്നാണ് പൗലോസ് പറഞ്ഞത്. 1 കൊരിന്തോസ് 10 വായിച്ചേ, 1 മുതൽ. 1 Corinthians chapter 10 വായിച്ചേ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ്, ആത്മീയ പാറയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്.
ആ പാറ അപ്പൊ ഈ പാറ ആരായിരുന്നു? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടയാളമായിരുന്നു. ഇങ്ങോട്ട് നോക്കി, ഇനി ദയവ് ചെയ്ത് അങ്ങോട്ട് നോക്കരുത്. ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഈ പാറ ക്രിസ്തുവിൻ്റെ അടയാളമായിരുന്നു, ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. അപ്പോൾ ഈ പാറയിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത്. ഈ പാറയിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത്. ഈ പാറയിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് കൃപ. ഈ പാറയിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് എന്ത്? കൃപ. കൃപ ഒഴുകി വരുന്നത് ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ്. അപ്പോൾ പഴയ നിയമ ജനത മുഴുവൻ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കൃപ സ്വീകരിച്ചത് തങ്ങളുടെ പരിശ്രമം കൊണ്ടാണ്, തങ്ങളുടെ അധ്വാനം കൊണ്ട്, തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, തങ്ങളുടെ പരിശ്രമം കൊണ്ട്, തങ്ങളുടെ പ്രയത്നം കൊണ്ട്, ഓരോരുത്തരുടെയും കഷ്ടപ്പാട് കൊണ്ട്. അപ്പം എന്ത് ചെയ്തു? ഏലിയ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട്, ഏലിയയുടെ സ്വന്തം കഴിവിൽ കഷ്ടപ്പെട്ട് ക്രിസ്തുവാകുന്ന ഈ പാറയിൽ നിന്ന് വെള്ളമാകുന്ന ഈ കൃപ സ്വീകരിച്ചു. ഏലീഷ എന്ത് ചെയ്തു? സ്വന്തം പ്രവൃത്തി കൊണ്ട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഈ കൃപ സ്വീകരിച്ചു. സാമുവേൽ, ജോസഫ്, അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്, ഇവർ ആരെല്ലാം നീതിമാന്മാർ, പിതാക്കന്മാർ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. അവർ മുഴുവൻ ക്രിസ്തുവാകുന്ന ഈ പാറയിൽ നിന്ന് കൃപയാകുന്ന ഈ വെള്ളം ഒഴുകി കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? അവരിങ്ങനെ അടിച്ചടിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് അവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതേ മോശയോട് കർത്താവ് പറയാണ്, ഇനി നിങ്ങൾ കിടന്ന് അടിയും പിടിയൊന്നും കൂടണ്ട, നിങ്ങൾ കിടന്ന് മല്ലടിക്കണ്ട, നിങ്ങൾ വെറുതെ ഈ പാറയുടെ അടുത്ത് എന്നിട്ട് വിശ്വാസത്തോടെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ കൃപ ഒഴുകാൻ തുടങ്ങും. അതിൻ്റെ പേരാണ് പുതിയ നിയമം. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ എത്ര ഒന്ന് കൈവക്കുക, ഇത് മനസ്സിലായോ? അയ്യോ, പകുതി പേർക്ക് മനസ്സിലായി. അതായത് ഇതിൻ്റെ പേരാണ് പുതിയ നിയമം. ഞാൻ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. അപ്പോൾ പ്രവൃത്തിയോ? വിശ്വസിക്കുന്നവൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഈ വിശ്വാസം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. അതായത് ഏലിയ, ഏലീഷ, ജോസഫ്, മോശ, പിന്നെ ഏശയ്യ, പിന്നെ ജെറമിയ, അങ്ങനെ എല്ലാ പഴയ നിയമ പ്രവാചകന്മാരും അവരെല്ലാം ശ്രദ്ധിക്കുക, അവരെല്ലാം സ്വന്തം ശക്തി കൊണ്ട് കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് പാടുപെട്ട് അധ്വാനിച്ച് പാപം ചെയ്യാതെ ജീവിച്ച് അവരൊക്കെ നീതിമാന്മാരായി മാറി. എന്നാൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ജോൺ പോൾ, ഓം പ്രകാശ് രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്തു? പറ. വിശ്വസിച്ചു പോലുമില്ല. വിശ്വസിച്ചു പോലും. ഓം പ്രകാശ് വിശ്വസിച്ചോ? പറ. ഓം പ്രകാശ് വിശ്വസിച്ചോ? യേശു ക്രിസ്തു എന്നെ രക്ഷിക്കുമെന്ന് മാനസാന്തരപ്പെടുമ്പോൾ ഓം പ്രകാശ് വിശ്വസിച്ചോ? ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓം പ്രകാശ് വിശ്വസിച്ചില്ല. പക്ഷേ ഓം പ്രകാശിലേക്ക് എന്തൊഴുകി? കൃപയൊഴുകി. ഓം പ്രകാശ് വിശ്വസിച്ചോ? ഇല്ല. ഓം പ്രകാശ് വിശ്വസിച്ചില്ല. അപ്പോൾ ഓം പ്രകാശിന്റെ രക്ഷ ഓം പ്രകാശ് എന്തെങ്കിലും ചെയ്തിട്ടാണോ? ആണോ? അല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓം പ്രകാശ് ഒന്നും ചെയ്തിട്ടല്ല ഓം പ്രകാശ് രക്ഷപ്പെട്ടത്. പിന്നെ എങ്ങനാ? ഓം പ്രകാശിന്റെ ഭാര്യ വിശ്വസിച്ചു. ഞാൻ ഈ പാറയുടെ മുമ്പിൽ നിന്ന് ഇത് വിശ്വസിച്ചാൽ എൻ്റെ കെട്ടിയവനിലേക്ക് മാനസാന്തരപ്പെടാനുള്ള കൃപ ഒഴുകുമെന്ന് ഭാര്യ വിശ്വസിച്ചു. ഓം പ്രകാശിന്റെ രക്ഷ ഓം പ്രകാശിന്റെ പ്രവൃത്തിയുടെ ഫലമാണോ? അല്ല. ആണോ? രക്ഷ സമ്പൂർണമായും ഓം പ്രകാശിന് സൗജന്യ ദാനമായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇതിൻ്റെ പേരാണ് ന്യൂ ടെസ്റ്റമെന്റ്. ഇതിൻ്റെ പേരാണ് പുതിയ നിയമം. നമ്മൾ ഒന്നും ചെയ്യണ്ട. എന്നാൽ ആ രക്ഷ കിട്ടിക്കഴിഞ്ഞ് ഓം പ്രകാശ് വെറുതെ ഇരിക്കുകയാണോ? കർത്താവിന് വേണ്ടി ഓടി നടക്കുകയാണ്. പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തി കൊണ്ടാണ് ഓം പ്രകാശ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? അല്ല. ഈ വ്യത്യാസം പിടി കിട്ടിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സമയം കിട്ടും, ഇനി അടുത്ത ആഴ്ച സാധിക്കുമെങ്കിൽ അടുത്ത ആഴ്ച, അല്ല ഞാൻ അടുത്ത ആഴ്ച
മാർപ്പാപ്പയുടെ ചക്രീക ലേഖനം ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, അത് ഞാൻ പഠിപ്പിക്കാം. എൻ്റെ ദൈവമേ, അതിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ പാരമ്പര്യ സഭകളിൽ ഈ സാധനം കിടപ്പുണ്ട്. നിങ്ങൾ മാമോദീസ സ്വീകരിച്ച സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചായിരുന്നോ? നിങ്ങൾ മാമോദീസ സ്വീകരിച്ച സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? ഈ കുഞ്ഞ് വിശ്വസിച്ചായിരുന്നോ? വിശ്വസിച്ചില്ല. പക്ഷേ മാമോദീസായിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വന്നോ? പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും പിന്നെ മാമോദീസ സ്വീകരിച്ച ഒരാളിൽ അവശേഷിക്കുന്നില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന ഒന്നും പിന്നെ മാമോദീസ സ്വീകരിച്ച ഒരാളിൽ അവശേഷിക്കുന്നില്ല. പാപമോ, പാപത്തിന്റെ ശിക്ഷയോ, പൂർവിക ശാപമോ ഒന്നും അവശേഷിക്കുന്നില്ല. ഇത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. നമ്മൾ പിന്നെ ശാപം ഒഴിക്കാൻ നടക്കുകയാണ്. ഈ മല കയറിയ ശാപം തീരുമെന്നാണ് നമ്മുടെ വിചാരം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് കേൾക്ക്, ഇത് വിശ്വസിക്കുക. ദിസ് ഈസ് സംതിങ് ലിബറേറ്റിംഗ്. ബിലീവ് മീ, വിശ്വസിക്കുക. അതായത് മാർപ്പാപ്പ പറയുകയാണ്, രക്ഷയ്ക്കാവശ്യമുള്ള ആ കൃപ പോലും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഇപ്പൊ ഇഗ്നേഷ്യസ് ലയോളയുടെ കാര്യം പറഞ്ഞില്ലേ, പട്ടാളക്കാരനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മാനസാന്തരപ്പെടണമെന്ന് തോന്നി. ആ തോന്നല് അതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലും ഒരാൾ നേടിയെടുക്കുന്നതല്ല, അതുപോലും ഫ്രീ ആണ്. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി അതിൻ്റെ വലിയ കോൺസെക്വൻസിലേക്ക് നമ്മൾ പോവാണ്. അതിൻ്റെ അനന്തര ഫലം ഭയങ്കരമാണ്, ഭയങ്കര റാഡിക്കലാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച്, മാമോദീസ സ്വീകരിച്ച സമയത്ത് നമ്മളാരെങ്കിലും വിശ്വസിച്ചായിരുന്നോ? നമ്മളാരും വിശ്വസിച്ചിട്ടില്ല ആ സമയത്ത്. കാരണം വിശ്വസിക്കാൻ പറ്റുന്ന വെളിവോ, ബോധമോ, വിവരമോ, പ്രായമോ, പക്വതയോ നമുക്ക് അന്നേരം ഇല്ല. വേറെ കുഞ്ഞായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ അവിടെ ഉദരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. രക്ഷയ്ക്ക് ആവശ്യമായത് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, സാധിക്കുമെങ്കിൽ കരഞ്ഞും ബഹളം വെച്ചും പിന്നെ ആകെപ്പാടെ ഉപദ്രവം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ നമ്മൾ ആ മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ടു. നിങ്ങളത് വിശ്വസിക്കുന്നോ? രക്ഷയ്ക്ക് ആവശ്യമുള്ള സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ദൈവരാജ്യ പ്രവേശനത്തിന് തടയുന്ന യാതൊന്നും പിന്നെ ആ വ്യക്തിയിൽ അവശേഷിക്കുന്നില്ല. പാപമോ, ഉത്ഭവ പാപമോ, വ്യക്തിപരമായ പാപമോ, പാപത്തിൻ്റെ അനന്തരഫലമോ, ദൈവരാജ്യത്തിലേക്ക് തടയുന്ന യാതൊന്നും, ദൈവരാജ്യ പ്രവേശനം തടയുന്ന യാതൊന്നും ആ വ്യക്തിയിൽ പിന്നെ അവശേഷിക്കുന്നില്ല. പിന്നെ ആ വ്യക്തി കംപ്ലീറ്റ് ഫ്രീ ആയി. അങ്ങനെ ആ കുഞ്ഞ് മാമോദീസ സ്വീകരിച്ചപ്പോൾ ആ കുട്ടി വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ആര് വിശ്വസിച്ചു? മാതാപിതാക്കൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തലതൊട്ട ആളും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ സഭ വിശ്വസിച്ചു. അപ്പനും അമ്മയുടെ കാര്യം നിങ്ങൾ കൂടെ ഒന്നും പറയണ്ട. അവരൊന്നും ഇത് വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവരൊന്നും ഇത് വിശ്വസിച്ചിട്ടില്ല, ഇതാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നിങ്ങൾ ശാപം ഒഴിക്കാൻ പോയില്ലായിരുന്നു. ഇത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പൂർവിക ശാപത്തിൻ്റെ കെട്ടഴിക്കാൻ നടക്കില്ലായിരുന്നു. അപ്പം അതിനർത്ഥം മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഇത് വിശ്വസിച്ചിട്ടില്ല. അതുപോട്ടെ, നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഒരു കുഞ്ഞിനെ മാമോദീസ തൊട്ടിയെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എന്നറിയാമോ? തിരുസഭാ മാതാവിൻ്റെ ഗർഭപാത്രമാണ് മാമോദീസ തൊട്ടി. തിരുസഭ എന്ന അമ്മയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയിൽ നിന്ന് ഈ കുഞ്ഞ് രക്ഷയുടെ കുഞ്ഞായിട്ട് പുറത്തു വരുമ്പോൾ തിരുസഭ വിശ്വസിച്ചു. എന്താണ്? കർത്താവേ, ഈ കുഞ്ഞിലേക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ഒഴുക്കാൻ അങ്ങയുടെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശക്തിയുണ്ടെന്ന് സഭ വിശ്വസിച്ചിട്ട് ഈ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അങ്ങനെ വല്ലവരും വിശ്വസിച്ചാൽ വല്ലവരും രക്ഷപ്പെടുവോ? അങ്ങനെ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കരുത്. എന്നെ നോക്കണം, ഞാൻ പറയാതെ ഒരക്ഷരം നിങ്ങൾ വായിക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. മാമോദീസായ്ക്ക്, അമ്മേ
നീ എടുത്തോണ്ട് വന്ന ഈ കുഞ്ഞാണ് ഈ തളർവാദ രോഗി. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും മാനസാന്തരം വരാൻ സാധ്യതയില്ല എന്ന് ലോകം കരുതിയ ഓം പ്രകാശിനെ എടുത്തുകൊണ്ട് ഓം പ്രകാശിന്റെ ഭാര്യ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോ ഒരു മേൽക്കൂര പൊളിച്ചാലേ താഴോട്ടിറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ തടസ്സമാണ്. ആ മുഴുവൻ തടസ്സത്തിന്റെ മുമ്പിൽ മേൽക്കൂര പൊളിച്ചു മാറ്റി താഴേക്കിറക്കി. സംശയത്തിന്റെ, അവിശ്വാസത്തിന്റെ, സന്ദേഹത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയിട്ട് ഈ കുഞ്ഞിനെ താഴേക്കിറക്കിയപ്പോ കുഞ്ഞിനോട് ഈശോ പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട്. അതല്ലേ മാമോദീസ നടക്കുന്നേ? നിന്റെ രോഗം മാറിയെന്നാണ് പറഞ്ഞേ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ 4 പേര് വിശ്വാസത്തോടെ, ആരിലുള്ള വിശ്വാസത്തോടെ? യേശുവിലുള്ള വിശ്വാസത്തോടെ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്ന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ അവരുടെ വിശ്വാസം കണ്ട് ഇവന്റെ പാപം യേശു ക്ഷമിക്കുമെങ്കിൽ, ശ്രദ്ധിക്കുക, യേശു ക്ഷമിക്കുമെങ്കിൽ തിരുസഭ വിശ്വസിച്ചാൽ ലോകം മുഴുവൻ രക്ഷപ്പെടും. തിരുസഭ വിശ്വസിച്ചാൽ ലോകം മുഴുവൻ രക്ഷപ്പെടും. ഒറ്റ കുഞ്ഞു പോലും നരകത്തിൽ പോവില്ല. ആര് വിശ്വസിച്ചാൽ? തിരുസഭ വിശ്വസിച്ചാൽ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബലി ആരംഭിക്കുന്ന സമയത്ത് പുരോഹിതൻ പറയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ മുഴുവനും വേണ്ടി ഞാൻ ഈ അർപ്പിക്കാൻ പോകുന്ന ബലിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സഭ വിശ്വസിച്ചാൽ ഒറ്റ കുഞ്ഞും നശിച്ചു പോത്തില്ല. പക്ഷെ സഭയ്ക്ക് സ്വന്തം രക്ഷയെക്കുറിച്ച്, സഭയ്ക്കല്ല, സഭയിലുള്ള മക്കൾക്ക് സ്വന്തം രക്ഷയെക്കുറിച്ച് പോലും ബോധ്യമില്ല. പിന്നല്ലേ ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്നത്? സ്വന്തം രക്ഷയെക്കുറിച്ച് പോലും വ്യക്തതയില്ല. പിന്നെയും പറയുകയാണ് ശാപം കിടക്കാന്ന് പറയാം. സ്വന്തം രക്ഷയെക്കുറിച്ച് പോലും വ്യക്തതയില്ല. സ്വന്തം രക്ഷയെക്കുറിച്ച് പോലും വ്യക്തതയില്ലാത്തവർ തങ്ങളുടെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ 100 പേര് ഒരുമിച്ച് കൂടിയെങ്കിൽ ഈ 100 പേർക്ക് ഈ ദേശത്തുള്ള 1,00,000 പേരെ, 50 ലക്ഷം പേരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന വിശ്വാസത്തിൻ്റെ നിക്ഷേപം നിന്റെ ഹൃദയത്തിൽ ദൈവം ഇട്ടിട്ടുണ്ട്. നീ ഇതറിയണം, നീ വിശ്വസിക്കണം. ദൈവമേ, അവർക്കാർക്കും ഇപ്പോൾ ഒരു ബോധ്യമില്ല, അവർ യേശുവിനെ അറിയുന്നില്ല, അവർ യേശുവിനെ എതിർക്കുകയാണ്, അവർ നിരീശ്വരവാദികളാണ്, അവർ സഭയെ ചെളിവാരി എറിയാണ്, അച്ഛന്മാരെ വിചാരണ ചെയ്യാണ്. പക്ഷെ അവരും രക്ഷപ്പെടും. എങ്ങനെ? അവർക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ ഇത്? ഈ കാര്യം വെളിപ്പെടുത്താനായിരുന്നു 2 പാറ. അപ്പൊ മോശ എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ചെന്ന് അടിക്കാൻ പോയി. സ്വന്തം പരിശ്രമം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശ ചെയ്ത അതേ അപരാധമാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് നീ അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യിച്ച് മനുഷ്യൻ ഓടി മടുത്ത് അവിടെ പോയി അത് ചെയ്ത്, ഇവിടെ പോയി ഇത് ചെയ്ത്, ഇവിടെ പോയി ഇത് ചെയ്ത് രക്ഷയ്ക്ക് വേണ്ടി കിടന്ന് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരധ്വാനവും വേണ്ട, നീ ഇത് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്ക്. ഇത് വിശ്വസിച്ചാൽ, അതുകൊണ്ട് കർത്താവ് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ദൈവമേ, എന്ത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ അനുസരണക്കേട് കാണിച്ചെന്നാണ് പറഞ്ഞത്. ഇനി വായിച്ചേ നിങ്ങൾ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. സംഖ്യ 20:12 സ്ക്രീനിൽ നോക്കി വേഗം വായിക്ക്. സംഖ്യ 20:12. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. കണ്ടോ? ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ കാനാൻ ദേശത്ത് കാലുകുത്തില്ല. ഇന്ന് നിത്യരക്ഷയുടെ കാനാൻ ദേശത്ത് പലരും കാലുകുത്താത്തതിന്റെ കാരണം എന്താണ്? ഇത് വിശ്വസിച്ചിട്ടില്ല. എന്താണ്? ഞാൻ ക്രിസ്തുവാകുന്ന പാറയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതി, വിശ്വാസത്തോടെ പറഞ്ഞാൽ മതി, എൻ്റെ രക്ഷയ്ക്കുള്ളതെല്ലാം എന്നിലേക്ക് ഒഴുകും. നമ്മളാരും നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷപ്പെടുന്നത്, യേശുവിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് എഫേസ്യോസ് 2:8 നമ്മൾ വായിച്ചത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ഇതാരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണെന്ന് വെച്ചോ,
അപ്പോൾ പഴയ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പറയും? പഴയ നിയമത്തിൻ്റെ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പറയും? നിങ്ങളിങ്ങനെ കുടിച്ച് നടന്നോ, നിങ്ങൾ അവസാനം നശിച്ച് നരകത്തിൽ പോവും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പഴയ നിയമം അനുസരിച്ചുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറയും, നിങ്ങളിങ്ങനെ കുടിച്ച് നടന്നോ, നിങ്ങൾ കുടിച്ച് നശിച്ച് അവസാനം നിങ്ങളുടെ ആത്മാവ് നശിച്ച് നിങ്ങൾ നരകത്തിൽ പോവും. പഴയ നിയമ ചിന്താഗതി അനുസരിച്ചുള്ള. പക്ഷെ ഈ പറഞ്ഞ പ്രബോധനം മനസ്സിലായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്താ പറയാൻ പോണേന്നറിയാമോ? എന്താ പറയാൻ പോണേ? നിങ്ങൾ എത്ര കുടിച്ച് ക്ഷയിച്ച് നശിച്ച് കിടന്നാലും നിങ്ങളെ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പഴയ നിയമം അനുസരിച്ചുള്ള ഒരു വികാരിയച്ഛനാണെങ്കിൽ പള്ളിയിൽ എന്ത് പറയുന്നറിയാം? പഴയ നിയമ വികാരിയച്ഛൻ പറയും, നീയൊക്കെ പള്ളി വരാതെ നടന്നോ, നീയൊക്കെ അവസാനം നശിച്ച് നരകത്തിൽ പോവും. പഴയ നിയമ വികാരിയച്ഛൻ പറയും, നീയൊക്കെ എങ്ങനെ പള്ളി വരാതെ കുടിച്ച് നശിച്ച് നടന്നോ, നീയൊക്കെ അവസാനം എവിടെ പോവും? നരകത്തിൽ പോവും. എന്നാൽ പുതിയ നിയമ വികാരിയച്ഛൻ എങ്ങനെ പറയും? നീ ആരും പള്ളി വന്നില്ലെങ്കിലും നീ കുടിച്ച് നടന്നാലും ഞാൻ അർപ്പിക്കുന്ന ബലി കൊണ്ട് നീ രക്ഷ പ്രാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹോൾ പേഴ്സ്പെക്റ്റീവ് മാറും, നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാട് മാറും. പുതിയ നിയമം എന്താന്ന് പിടികിട്ടിയാൽ. മനസ്സിലായോ? അതുകൊണ്ട് ഒരു മനുഷ്യനെയും ജഡ്ജ് ചെയ്യാൻ പിന്നെ നമുക്ക് പറ്റില്ല. ന്യൂ ടെസ്റ്റമെന്റ്. കാരണം എന്താണ്? അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ആ യേശുവിൻ്റെ കുരിശിൽ വിശ്വസിക്കുന്ന ലത്തീൻ സഭയിൽ സമാധാനം കൊടുക്കുന്ന സമയത്ത് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, I give you my peace I leave you. Look not on our sins but on the faith of your church and grant us peace and unity of the kingdom. എന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അരുളി ചെയ്തു. ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ തിരുസഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്ത് ഞങ്ങൾക്ക് സമാധാനം തന്നരുളിയാലും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ കുർബാനയ്ക്കകത്ത് ഇത് കിടക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങളെ നോക്കിയല്ല, മറിച്ച് തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് ഞങ്ങൾക്ക് സമാധാനം തന്നരുളിയാലും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് തിരുസഭയ്ക്ക് സമാധാനം കൽപ്പിച്ചരുളിയാലും. ഞങ്ങൾക്ക് സമാധാനം. തിരുസഭയുടെ വിശ്വാസം കണ്ടോ? സഭ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഞങ്ങൾ ആരാധന നടത്തുന്ന സമയത്ത് ആരാധനയുടെ വാഴ്വിൻ്റെ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ ആരാധനയുടെ വാഴ്വിൻ്റെ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുകയാണ്, ഈ പ്രാർത്ഥന ഞങ്ങൾ ഈ ആരാധന നടത്തുമ്പോൾ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ് ആരാധന നടത്തിയത്. അങ്ങനെ 1 മണിക്കൂർ ഞങ്ങൾ ആരാധന നടത്തിയപ്പോൾ ആ 1 മണിക്കൂർ ആരാധനയിൽ എന്താണ് നടക്കുന്നത്? അത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ 1 മണിക്കൂർ ആരാധന കൊണ്ട് തന്നെ ലോകത്തേക്ക് കൃപയൊഴുകും. ഇത് നമ്മൾ വിശ്വസിക്കണം. എന്താണ് പ്രാർത്ഥിച്ചത്? ഇങ്ങനെയാണ്: ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെയും തൻ്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രൻ്റെ മുമ്പാകെയും തൻ്റെ ആവസിപ്പാൻ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുമ്പാകെയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ ആരാധന സമർപ്പിക്കുന്നു. എന്നിട്ട് ശ്രദ്ധിക്കണം, അടുത്തത് അതാണ്. അപ്പം എൻ്റെ ചങ്കുലഞ്ഞു. അടുത്ത പ്രാർത്ഥന എന്തെന്നറിയാമോ? എന്ത്? ഈ ആരാധന ഇപ്പം ഞങ്ങൾ നടത്തിയില്ലേ? ഈ ആരാധന ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ ഇല്ലാതാവുന്നതിനും. നിന്റെ ഇടവക എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലെ ഇടവക എന്നല്ല, നിന്റെ മക്കളുടെ മുഴുവൻ കുറ്റങ്ങൾ ഇല്ലാതാവുന്നതിനും. 1 മണിക്കൂർ ആരാധന നടത്തിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ ആരാധന ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ മക്കളുടെ മുഴുവൻ പാപങ്ങൾ ഇല്ലാതാവുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും
നല്ല അനുസ്മരണയ്ക്കും എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നതിനും കാരണമാവണമേ. നോക്കിക്കേ, 1 മണിക്കൂർ ഒരു ആരാധന കൊണ്ട് സകല വ്യക്തികളുടെയും പാപപരിഹാരവും സകല ശുദ്ധീകരണാത്മാക്കളുടെയും വിടുതലും സംഭവിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ് പിതാക്കന്മാർ ഈ പ്രാർത്ഥന എഴുതിയത്. മനസ്സിലായോ? അത് നമ്മൾ തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. ഇതങ്ങ് വിശ്വസിച്ചാൽ മതി. ഇതങ്ങ് വിശ്വസിക്കണം. എന്താണ് എൻ്റെ പ്രാർത്ഥന? അപ്പം നിങ്ങൾ പറയാണ് കെട്ടിയോ കള്ളു കുടിച്ച് നടക്കാണ്. കള്ളു കുടിച്ച് നടക്കട്ടെ. കുടിച്ച് മടുക്കുമ്പോൾ അയാൾക്ക് തിരിച്ചറിവുണ്ട്, അയാൾ നേരെ വന്നോളും. അപ്പം അയാൾ നശിച്ചു പോവില്ല. കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നു അയാൾ നശിക്കില്ലെന്ന്. വെറുതെ വിശ്വസിക്കുകയാണ് ഇത്. മറിച്ച് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ആ കുടിയന് വേണ്ടി കൂടിയാണ്. ഇത് ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുകയും ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ കൃപ ആ കുടിയനിലേക്ക് ഒഴുകും. ആ കുടിയൻ മാനസാന്തരപ്പെടും. മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഏറ്റുപറഞ്ഞ് മരിക്കും. മനസ്സിലായോ? അപ്പോൾ അവൻ കുടിയനാണ്, അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അവൾ പോക്കാണ്, ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതിന് പകരം എന്താണ് പുതിയ നിയമ വിശ്വാസി ചെയ്യേണ്ടത്? അവൾ ശരിയല്ല, ദാറ്റ് ഈസ് എ ഫാക്ട്. അവൻ ശരിയല്ല, ദാറ്റ് ഈസ് ഓൾ ദ മോർ എ ട്രൂത്ത്. അവൻ ശരിയല്ല, വെരി ഗുഡ്, ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ഫാക്ട്. ആ അച്ഛൻ ശരിയല്ല, ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ട്രൂ. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവരാരും നശിക്കില്ല. കാരണം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അർപ്പിക്കുന്ന ഈ ബലിയിൽ കർത്താവ് അവരെ വീണ്ടെടുക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ഇതിൻ്റെ പേരാണ് ന്യൂ ടെസ്റ്റമെന്റ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ ഈ വെള്ളം വരുന്നത് അടിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ടാണ്, മല കയറിയിട്ടാണ്, തലകുത്തി മറിഞ്ഞിട്ടാണ്. എന്തെല്ലാം ചെയ്യാവോ? പള്ളി പണിഞ്ഞു കൊടുക്കുന്നു, കുരിശടി പണിഞ്ഞു കൊടുക്കുന്നു, ആ പെരുന്നാൾ നടത്തുന്നു. ഒന്നും നടത്തണ്ടെന്നല്ല, ഇതൊന്നും ചെയ്താൽ ദൈവം പ്രസാദിക്കില്ല. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ദശാംശം കൊടുത്താൽ ദൈവം പ്രസാദിക്കില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ എന്നെ തല്ലണം തോന്നുന്നുണ്ടോ? ദശാംശം കൊടുത്താൽ ദൈവം പ്രസാദിക്കില്ല. അപ്പൊ ദശാംശം കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ദൈവം പ്രസാദിക്കാൻ ദശാംശം കൊടുത്തിട്ട് കാര്യമില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? ലോകത്തെ അവസാനത്തെ പാപിക്കും വേണ്ടി യേശു കുരിശിൽ മരിച്ചു. ഇത് നീ വിശ്വസിച്ചാൽ പിന്നെ നീ പള്ളി പണിഞ്ഞു കൊടുത്താലും കുരിശടി പണിഞ്ഞു കൊടുത്താലും ദശാംശം കൊടുത്താലും എന്തു ചെയ്താലും അതിലെല്ലാം ദൈവം പ്രസാദിക്കും. ഈ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. മുമ്പേ ബാറക്കുമോ കുറിയേലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ ഈശോയേ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാനിയേലേപ്പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൽ എന്നെ ഞാൻ മറന്നിട്ടും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ. ആരാധിക്കുന്നു,
പിതാവിനെ ആരാധിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ, തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതീവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെന്തക്കോസ്താ തിരുനാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്, അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം, മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് രണ്ട് കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം, ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ, അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ,